െങ്കിലും മാറിയിട്ടുണ്ട്. ഇത്രയും 9 വർഷമൊക്കെ തുടർച്ചയായിട്ടൊക്കെ പ്രതിപക്ഷത്തിരിക്കാൻ കിട്ടിയ ഒരു അവസരമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കാം? എന്നിട്ട് എന്താണ് ചെയ്തത്? എന്താണ് ഏറ്റെടുത്ത ഒരു സമരം? ആശമാരുടെ ഒപ്പം കൂടി. എന്നിട്ട് അവരെ വഴിയിലിട്ടിട്ട് പോയി. 100-ാം ദിവസത്തെ അവരുടെ സമരം നിൽക്കുമ്പോഴേക്കും അവിടെ ഞാൻ പ്രതിപക്ഷ നേതാക്കളെ ആരെയും കണ്ടില്ല. നേതാക്കൾ ആരും അവരൊക്കെ മറ്റേ കറുത്ത കൊടിയും പിടിച്ച് കരിങ്കൊടി പ്രതിഷേധത്തിലായിരുന്നു. ആശമാരുടെ കൂടിയൊന്നും ഞാൻ കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആശമാരെ ഇട്ടിട്ട് പോയിട്ടുണ്ടല്ലോ. അവരും ആശമാർ ഒറ്റയ്ക്കാണ് സമരം ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ സർക്കാരിനെ തിരുത്താൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ UDF കാലത്ത് വഴിമുട്ടിയ പദ്ധതികളാണ് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് എന്ന് സർക്കാർ പറയുമ്പോൾ ഞങ്ങളുടെ പദ്ധതികളൊന്നും വഴിമുട്ടിയിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും വരുന്നില്ല. അതുപോലെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന് മൗനമാണ്. അങ്ങനെ വരുമ്പോഴേക്കും ഒരു നിഷ്ക്രിയ പ്രതിപക്ഷമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഗോൾ അടിച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ഊഴം 3-ാം ഊഴത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തി, LDF സർക്കാർ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനത്തിന് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പുറത്ത് എന്തെങ്കിലും വേണം. അതുണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. അതിന് കഴിയാത്ത ഒരു പ്രതിപക്ഷം ഉള്ളിടത്തോളം